നമസ്കാരം. ഏറ്റവും മാറ്റിനിലേക്ക് സ്വാഗതം. വർഷങ്ങളിലെ കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയ നടനാണ് മോഹൻലാൽ എന്ന് മലയാളത്തിന്റെ ബിഗ് എമ്മുകൾ എന്ന പേരിൽ മമ്മൂട്ടി മോഹൻലാലും അറിയപ്പെടുന്നുവെങ്കിൽ അത് കരിയറിന്റെ തുടക്കകാലം മുതൽ അവർ പുലർത്തിവന്ന അച്ചടക്കത്തിന്റെയും അധ്വാനത്തിന്റെയും ബന്ധങ്ങളുടെയും ഫലം കൂടിയാണ്. സഹപാഠിയായ പ്രിയദർശന്റെ സിനിമകളാണ് മോഹൻലാലിന് നായക പരിവേഷം ചാർത്തി നൽകിയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള എല്ലാ കഥാപാത്രങ്ങളും മോഹൻലാലിന് എണ്ണമറ്റ ആരാധകരെ സമ്പാദിച്ചു നൽകി. പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് നാളുകൾക്ക് മുമ്പ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ചില വാർത്തകൾ അത്തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുകയാണ്. നടൻ മോഹൻലാൽ ആശുപത്രിയിൽ നിന്ന് സമൂഹമാധ്യമത്തിൽ വ്യാജ പ്രചരണം നടക്കുകയാണ്. നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന അവകാശവാദത്തോടെയാണ് ഈ പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മോഹൻലാലിന്റെ ചിത്രമടങ്ങിയ പ്രചരണത്തിന്റെ വസ്തുത ഒന്ന് പരിശോധിക്കുകയാണ്. നടൻ മോഹൻലാൽ ആശുപത്രിയിൽ നിന്നാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നത്. സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ നടൻ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അവകാശപ്പെടുന്നു. പനിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു സമൂഹമാധ്യമത്തിലെ പോസ്റ്റുകൾ. ചിലതിൽ ആശുപത്രി റിപ്പോർട്ടും നടന്റെ ചിത്രം ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകളും ഉൾപ്പെടുന്നുണ്ട്. പുതിയ സംഭവം എന്ന നിലയിലായിരുന്നു പ്രചരിക്കുന്ന പോസ്റ്റുകളിലെയും വീഡിയോകളിലെയും അവതരണം. എന്നാൽ വാർത്ത 2024 ഓഗസ്റ്റ് 18 അന്ന് പനിയും ശ്വാസതടസ്സവും കാരണം മോഹൻലാൽ അമൃത ആശുപത്രിയിൽ വൈദ്യസഹായം തേടിയിരുന്നു. അന്ന് പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൽ ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം വൈദ്യ പരിചരണത്തിലാണെന്നും സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ്. ഇതാണ് പുതിയ വാർത്ത എന്ന തരത്തിൽ പ്രചരിക്കുന്നത്. അന്ന് താരത്തിന് 5 ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും മറ്റും ചർച്ച ചെയ്യാൻ ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് മോഹൻലാലിന് എത്താൻ അസൗകര്യമുള്ളതിനാൽ മാറ്റിയതായുള്ള വാർത്ത ഓഗസ്റ്റ് 26 പുറത്തുവന്നതാണ്. കീവേഡുകളുടെ പരിശോധനയിൽ പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ മോഹൻലാലിനെ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വന്നത്. അതും 2024 ഓഗസ്റ്റ് 18 ശ്വാസകോശ സംബന്ധമായ അണുബാധ ഉണ്ടായിരുന്നെന്നാണ് മെഡിക്കൽ അന്ന് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലെ വിവരം. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം മോഹൻലാൽ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. ആശുപത്രി അധികൃതരായിരുന്നു നടന്റെ അസുഖ വിവരം പുറത്തുവിട്ടത്. മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട്. താരത്തിന് 5 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ ചേർത്തിരുന്നുവെന്നാണ് ഈ വാർത്താ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. പിന്നീടുള്ള വാർത്താ റിപ്പോർട്ടുകളിലൊന്നും തന്നെ മോഹൻലാൽ ആശുപത്രിയിലുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ കണ്ടെത്താനായില്ല. ഈ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ മോഹൻലാൽ സജീവമായി തന്നെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു. മോഹൻലാലിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മുൻപ് പുറത്തുവന്ന അതേ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും തെറ്റിദ്ധാരണാജനകമായി പ്രചരിക്കുന്നത്. ഇതിനിടെ ഏപ്രിൽ 27 തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എമ്പുരാൻ. എമ്പുരാനിലെ 36 ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവന്നിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ വേഷപ്പകർച്ചകളിൽ ഖുറേഷി എബ്രാമിന്റെ ജീവിതമാവും എമ്പുരാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസ് 2ാം ഭാഗത്തിലും സജീവമായിട്ടുണ്ടെന്നാണ് സൂചന. അച്ഛന്റെയും ബോബിയുടെയും മരണശേഷം പ്രിയദർശിനി രാംദാസിനെ കാത്തിരിക്കുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയണം. PK രാംദാസ്, സച്ചിൻ ഖേദേക്കറും എമ്പുരാനിലുണ്ട്. ഖുറേഷി എബ്രാമിന്റെ പൂർവാശ്രമത്തിൽ PK രാംദാസിന്റെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്നത് കാത്തിരുന്നറിയണം. സ്റ്റീഫൻ ചേട്ടന്റെ വിശ്വസ്തനായ അനിയൻ ജതിൻ രാംദാസായി ടൊവിനോ തോമസ് എത്തുന്നുണ്ട്. ആരാണ് സയ്യിദ് മസൂദ്? സയ്യിദ് എങ്ങനെ ഖുറേഷി എബ്രാമിന്റെ വിശ്വസ്തനായി മാറി? ആ കഥയുടെ ചുരുളഴിയുമോ എമ്പുരാൻ എന്നൊക്കെ കാത്തിരുന്നറിയണം. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്നത് കാർത്തികേയ ദേവാണ്. സഹീർ മസൂദായി OCL ജിവാനിയും എത്തുന്നുണ്ട്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിന്റെ അനിയൻ കഥാപാത്രമോ എന്നാണ് സംശയിക്കുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷത്തിലാണോ സത്യജിത് ശർമ്മ എത്തുന്നതെന്നും പോസ്റ്ററിൽ സംശയം ജനിപ്പിക്കുന്നു. ബഹീജ ബീഗമായി എത്തുന്നത് ഹിന്ദി മറാത്തി അഭിനേത്രിയായ ശുഭാംഗി ലക്തറാണ്. ഹാനിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരമായ ഐശ്വര്യ ഓജ്ഹ ആണ്. എമ്പുരാനിൽ സുഭദ്ര ബെൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരം അമീർ ഖാൻ, ഫൈസൽ ഖാൻ എന്നിവരുടെ സഹോദരിയുമായ നിഖാത് ഖാൻ ആണ്. എമ്പുരാനിൽ റോബർട്ട് മക്കാർത്തിയായ എത്തുന്നത് അമേരിക്കൻ നടനായ അലക്സ് ഒനെൽ ആണ്. എമ്പുരാനിൽ സലാബത്ത് ഹംസയായി എത്തുന്നത് ബോളിവുഡ് താരമായ ബെഹ്സാദ് ഖാനാണ്. ഗോവർദ്ധനായി ഇന്ദ്രജിത് സുകുമാരനും 2ാം ഭാഗത്തിലുണ്ട്. ഗോവർദ്ധനന്റെ ഭാര്യ ശ്രീലേഖയുടെ വേഷമാണ് ശിവതയ്ക്ക്. സുമേഷ് എന്ന കഥാപാത്രമായി എത്തുന്നത് അനീഷ് ജി മേനോനാണ്. ലൂസിഫറിലും അനീഷ് ഉണ്ടായിരുന്നു. എമ്പുരാനിൽ സേവ്യറായി എത്തുന്നത് നടൻ ജെയ്സ് ജോസ് ആണ്. അരുന്ധതി സജീവ് എന്ന പത്രപ്രവർത്തകയെ നൈല ഉഷ ലൂസിഫർ 2ാം ഭാഗത്തിലുമുണ്ട്. ജിലു ജോൺ ആണ് സഞ്ജിത് കുമാറായി എത്തുന്നത്.
മൈക്ക് നോവിക്കോവ് ആണ് എമ്പുരാനിൽ സെർജി ലിയോനോവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മേഡയിൽ രാജനായി ശിവജി ഗുരുവായൂരാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സ്റ്റീഫന്റെ വിശ്വസ്തൻ മുത്തുവായി മുരുകൻ മാർട്ടിൻ എമ്പുരാനിലുമുണ്ട്. മണിയായി മണിക്കുട്ടനും എമ്പുരാനിലെത്തുന്നു. സായ് കുമാരി മഹേഷ് വർമ്മ ലൂസിഫറിൽ മാത്രമല്ല എമ്പുരാനിലും ശക്തമായ സാന്നിധ്യമായി നിലയുറപ്പിക്കുന്നു. സുരയ്യ ബീബിയായി എത്തുന്നത് ബോളിവുഡ് താരമായ നയൻ ഭട്ടാണ്. ലൂസിഫറിൽ മാത്രമല്ല എമ്പുരാൻ താരനിരയിലും നടൻ ബൈജു സന്തോഷുണ്ട്. നന്ദുവാണ് പീതാംബരനായി എത്തുന്നത്. പ്രിയദർശിനി രാംദാസിന്റെ മകൾ ജാൻവി ആണ് സാനിയ അയ്യപ്പൻ അവതരിപ്പിക്കുന്നത്. സജനചന്ദ്രനായി സുരാജ് വെഞ്ഞാറമൂടും ഉണ്ട് എമ്പുരാനിൽ. ഫ്രഞ്ച് നടനായ എറിക് എംബൌനിയാണ് കബുകയായി എത്തുന്നത്. മുന്നയായി എത്തുന്നത് ബോളിവുഡ് താരമായ സുകാന്ത് ഗോയലാണ്. മിഷേൽ മെനുഹിൽ ആയി എത്തുന്നത് ബ്രിട്ടീഷ് നടിയായ ആൻഡ്രിയ തിവാദറാണ്. എമ്പുരാനിൽ ബോറിസ് ഒലിവറായി എത്തുന്നത് ഇംഗ്ലീഷ് നടനും ഗെയിം ഓഫ് ത്രോൺസ് താരവുമായ ജെറോം ഫ്ലിൻ ആണ്. എമ്പുരാനിൽ ബൽരാജായി എത്തുന്നത് ബോളിവുഡ് താരമായ അഭിമന്യു സിംഗ് ആണ്. കാർത്തിക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തെന്നിന്ത്യൻ നടനായ കിഷോർ കുമാറും. രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനി എന്ന ഗ്യാങ്സ്റ്റർ ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന നടനാണ് വിവേക് ഒബ്രോയ്. ആദ്യ ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ബോളിവുഡിൽ തന്റേതായ സ്ഥാനം നേടാൻ ഈ നടന് സാധിച്ചു. നായകനായും വില്ലനായും തിളങ്ങി നിന്ന വിവേക് ഒബ്രോയ് മോഹൻലാൽ നായകനായ ലൂസിഫറിലൂടെ മലയാളത്തിലും തന്നെ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു. വിവേകിന്റെ ആദ്യ ചിത്രമായ കമ്പനിയിൽ മോഹൻലാലും പ്രധാന വേഷത്തിലെത്തി. മുംബൈയിലെ ഗ്യാങ്സ്റ്റർ ലോകത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ വീരപ്പള്ളി ശ്രീനിവാസൻ എന്ന പോലീസ് ഓഫീസറായാണ് മോഹൻലാൽ വേഷമിട്ടിരുന്നത്. മോഹൻലാലിനൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ വിവേക് ഒബ്രോയ് പങ്കുവച്ചിരുന്നു. മോഹൻലാലിന്റെ ഓഫീസിലെത്തിയ ശേഷമുള്ള സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങൾ കയ്യിൽ നിന്ന് ഇട്ടെന്ന് വിവേക് ഒബ്രോയ് പറയുന്നു. ആ സീനിൽ ഡയലോഗ് പറയുന്നതിനിടയിൽ ഒരു പേപ്പർ വെയിറ്റ് എടുത്ത് കറക്കിക്കൊണ്ട് സംസാരിച്ചെന്നും രണ്ട് പ്രവൃത്തിയും വളരെ നല്ല രീതിയിൽ സിങ്കായെന്നും വിവേക് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ജീനിയസ് ആക്ടിംഗ് കണ്ട് താൻ അത്ഭുതപ്പെട്ടെന്നും തന്റെ കൗണ്ടർ ഡയലോഗ് മറന്നുപോയെന്നും വിവേക് ഒബ്രോയ് പറയുന്നുണ്ട്. ക്യാമറ തന്റെ നേരെ തിരിച്ചപ്പോൾ താൻ മിണ്ടാതെ നിൽക്കുകയായിരുന്നെന്നും രാം ഗോപാൽ വർമ്മ തന്നോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചെന്നും വിവേക് ഒബ്രോയ് കൂട്ടിച്ചേർത്തു. ലൂസിഫറിലെ വേഷം ചെയ്യാമോ എന്ന് ചോദിച്ച് തന്നെ വിളിച്ചത് മോഹൻലാൽ ആണെന്നും അദ്ദേഹത്തോടൊപ്പം മലയാളത്തിൽ അരങ്ങേറുന്നത് വലിയ കാര്യമായിരുന്നെന്നുമൊക്കെ വിവേക് ഒബ്രോയ് പ്രതികരിച്ചിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.